അതിന്റെ അവസാനത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിൻ. കണ്ണുകളെ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മെ തന്നെ ദൈവകരത്തിലേക്ക് ഭരമേൽപ്പിക്കാം. ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുന്നു. ഇന്ന് രാത്രി വചനം പറയാൻ ഉള്ള കൃപ കർത്താവ് നൽകട്ടെ. പറയേണ്ടത് പറയാൻ ഉള്ള ദൈവകൃപ കർത്താവ് നൽകട്ടെ. ഹൃദയത്തെ ദൈവവചനത്തിന് വേണ്ടി ഒരുക്കുവാൻ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ പ്രവർത്തിക്കട്ടെ. വചനത്തിൽ വായിക്കുന്നത് പോലെ വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയ്ക്കകത്ത് പരിവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. നമ്മുടെ ഉള്ളങ്ങളോട് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. നമ്മുടെ ഉള്ളത്തോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ, എൻ്റെ വചനം ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നതും ഹൃദയത്തിന്റെ അകത്തേക്ക് തുളച്ചു ചെല്ലുന്നതും അത് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതുമാണെങ്കിൽ, ഇന്ന് രാത്രി വചനം ഹൃദയങ്ങളോട് ഇടപെടട്ടെ, ചിന്താമണ്ഡലത്തോട് ഇടപെടട്ടെ, ബുദ്ധിമണ്ഡലത്തോട് ഇടപെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ പരിവർത്തിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുത്തുന്നു. തന്ന നല്ല ആഴ്ചകൾക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. മെത്തഡിസ്റ്റ് സഭയിൽ നടന്ന കൺവെൻഷനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന ആത്മീയ ശുശ്രൂഷകൾക്കായി സ്തോത്രം. VPS-നായി സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഇന്ന് ഈ ആരാധനാലയത്തിൽ വന്നിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ദേശത്തിന്റെ നടുവിൽ ഞങ്ങൾക്ക് തന്ന മനോഹരമായ ദൈവാലയത്തിനായി സ്തോത്രം. ഇതിന്റെ നടുവിൽ വന്നിരുന്ന കർത്താവിനെ ആരാധിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. വചനം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. പറയാനുള്ള ദൈവകൃപ നൽകണമേ. സകല മഹത്വവും അങ്ങെടുക്കണമേ. യേശു കർത്താവിന്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് 70 പേരെ പറഞ്ഞയച്ചിട്ട് നമ്മൾ വായിച്ചു കേട്ടതുപോലെ അവൻ വേറെ 70 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അവരെ പ്രസംഗിക്കാൻ അയച്ചു. പ്രസംഗിക്കാൻ പോയവര് തിരിച്ചു വന്ന് കർത്താവിന് ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന വേദഭാഗമാണ് 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ യാത്രയിൽ എന്ത് സംഭവിച്ചു എന്നവർ വിശദീകരിക്കുകയാണ്. ഞാൻ ഈ വേദഭാഗത്തെ 3ആയി പ്രസംഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കാര്യം എല്ലാ ഉപദേശിമാരും പറയുന്ന പോലെ എനിക്ക് 3 പോയിന്റ് ഉണ്ട് എന്ന് പറയാനാണ് ഞാനും ചിന്തിച്ചത്. പക്ഷെ പോയിന്റ് എല്ലാം കൂടെ പറഞ്ഞു തീർക്കാനുള്ള നേരം കിട്ടുകയില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ കിടക്കുന്ന സമയത്തിന്റെ പരിധിക്കകത്ത് കിടക്കുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇവരോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ ശ്രദ്ധിച്ചോ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. റിജോയ്സ് എന്നാണ് കർത്താവ് പറയുന്നത്. 3ആയി പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കർത്താവ് പറയുന്നു നിങ്ങൾ സന്തോഷിപ്പിൻ. രണ്ടാമത് കർത്താവ് പറയുന്നു ഇൻ വാട്ട് യു ഷാൽ നോട്ട് റിജോയ്സ്, നിങ്ങൾ എന്തിൽ സന്തോഷിക്കരുത്. മൂന്നാമത് കർത്താവ് പറയുന്നു നിങ്ങൾ എന്തിലാണ് സന്തോഷിക്കേണ്ടത്. നമുക്ക് ഒന്നാമത്തെ ഭാഗത്തെ വിശദീകരിച്ച് മുന്നോട്ട് പോകാം. ഒന്ന്, നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ സഭയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. സഭയോടുള്ള എന്റെ ചോദ്യം ആരാണ് സന്തോഷവാൻ എന്നുള്ളതാണ്. പല ഉത്തരം ഇതിന്റെ അകത്തിരിക്കുന്ന പലരും പറയാൻ സാധ്യതയുണ്ട്. എന്റെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്ന ഉപദേശി ഒരിക്കൽ ചോദിച്ചു ആരാണ് സന്തോഷവാനെന്ന്. അത് കേട്ടപ്പോൾ കൂട്ടത്തിൽ ഇരുന്ന ഒരാൾ പറഞ്ഞു കാരുണ്യ അടിച്ച ആളാണ് സന്തോഷവാനെന്ന്. നിങ്ങൾക്ക് കാരുണ്യം എന്നാന്ന് വെച്ചാൽ അറിയാലോ അല്ലെ? നമ്മുടെ നാട്ടില ഇവിടെ നോക്കോ, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ബോംബെയിൽ ആദ്യമായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ. ആദ്യമായിട്ട് മെട്രോ ട്രെയിനിൽ കയറിയത് ഒന്നും തള്ളും കൊണ്ടത് എന്റെ കമ്മിറ്റ്മെന്റിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിനെ സഹിക്കാന്ന് വെച്ചു. 4 ദിവസം സഹിച്ചാൽ മതിയല്ലോ. അപ്പൊ കാരുണ്യ അടിച്ച ആളാണ് സന്തോഷവാനെന്ന് പറഞ്ഞു കേട്ടപ്പോ അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താ ഈ കാരുണ്യം എന്നുള്ളത്. പിന്നെ മനസ്സിലായി 5 കോടി രൂപയുടെ ലോട്ടറിയുടെ കാര്യമാണ് ഈ പറയുന്നതെന്ന്. ഉപദേശി വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ ഒരാൾ പ്രസംഗം കഴിഞ്ഞ ഉപദേശിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കണം. അപ്പൊ ചോദിച്ചു എന്താ പ്രാർത്ഥിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു എനിക്ക് കാരുണ്യം അടിച്ചെന്ന്. അത് കേട്ടപ്പോ അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു കാരുണ്യം അടിച്ചയാള് സന്തോഷവാനെന്ന ഒരു നാട്ടിൽ പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഉടനെ അദ്ദേഹം പറഞ്ഞു സാറേ, ഇത് അടിക്കുന്നതിന് മുമ്പ് നന്നായി ഉറങ്ങിയിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇത് അടിച്ചതിന് ശേഷം തട്ടും മുട്ടും കേട്ടാൽ അപ്പൊ എനിക്ക് പേടിയാ, എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്, എന്റെ ഉറക്കം പോയി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ വീടിന്റെ കോളിംഗ് ബെല്ല് നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. എന്താണെന്നറിയാമോ? വെറുതെ കിട്ടിയ പണമല്ലേ, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആളുകളുടെ വരവിന് കണക്കില്ല. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത് അദ്ദേഹം പറയുക, ഒരല്പം മത്തി മേടിക്കാനായിട്ട് കടയിൽ ചെന്നാൽ കടക്കാരൻ പറയും കാരുണ്യം അടിച്ചതല്ലേ, നെയ്മീൻ മേടിച്ചാൽ മതി എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ ഉപദേശി പറഞ്ഞു അപ്പൊ കാരുണ്യം അടിച്ചയാളല്ല സന്തോഷവാൻ എന്നുള്ളത്. അപ്പൊ ചോദ്യം ബാക്കി നിൽക്കുകയാണ്, ആരാണ് സന്തോഷവാൻ? പറയാൻ പല ഉത്തരമുണ്ടെങ്കിലും ദൈവവചനത്തിലേക്ക് ക്ഷണിക്കാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൂ സെഡ് ടു ഹൂം? ആര് ആരോട് പറഞ്ഞു? എഴുതിയവരൊക്കെ ഇതിന്റെ അകത്തുണ്ടാകും. ആരോട് പറഞ്ഞു? ഈ വേദഭാഗത്തിലേക്ക് കണ്ണോടിച്ചാൽ ആരാണ് പറഞ്ഞതെന്ന് കാണാം, ആരോടാണ് പറഞ്ഞതെന്ന് കാണാം. പറഞ്ഞതാരാണ്? സന്തോഷിക്കാൻ പറഞ്ഞതാരാ? ഉത്തരം നമുക്കറിയാം, നമ്മുടെ കർത്താവാണ് സന്തോഷിക്കാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കർത്താവിന്റെ പോക്കറ്റിൽ എന്താ ഉള്ളത്? ഈ കർത്താവിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഉലകത്തിന്റെ അകത്ത് അവന് സന്തോഷിക്കത്തക്കവണ്ണം അവന്റെ കരത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി അദ്ദേഹം എഴുതിയ പാട്ടിന്റെ അകത്ത്, ഞാൻ പാട്ടുകാരനല്ല, എന്റെ പാട്ട് ഇഷ്ടപ്പെട്ട രണ്ടുപേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് KC ചാക്കോ അച്ഛനും, രണ്ടച്ഛൻ പറഞ്ഞ കുവൈറ്റിലെ ചേച്ചിയും. ഇവര് മാത്രമേ ഉലകത്തിൽ എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ടുള്ളൂ. വേറെ ഉള്ളവരൊക്കെ എന്നോട് പറഞ്ഞേക്കുന്ന മേലാ പാട്ട് പാടരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ പാട്ടുകാരനല്ല, എന്നാലും എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. ഈ ഉപദേശി അപ്പച്ചൻ എഴുതി വെച്ച പാട്ടാണ്, അരക്കാശിന് മുതലില്ലാതെ തലചായ്ക്കുവാൻ ഇടമില്ലാതെ വഴിയാധാര ജീവിയായി ഭൂലോകത്തെ സന്ദർശിച്ചവൻ. അതായിരുന്നു നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ അവന്റെ പോക്കറ്റിൽ മൂലധനം എന്ന് പറയാൻ, പ്രോഫിറ്റബിൾ എന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചുങ്കം പിരിക്കുന്നവർ യേശുവിന്റെ അടുക്കൽ വന്നു പത്രോസിനോട് ചോദിച്ചു, നിന്റെ ഗുരു ചുങ്കം കൊടുക്കത്തില്ലയോ? മാത്യു ചാപ്റ്റർ 17, മത്തായി 17 അവസാനത്തെ ഭാഗം. അപ്പൊ ചോദിച്ചപ്പോൾ പത്രോസ് യേശുവിനെ നോക്കി. ഞാൻ അത് ഭാവനയിൽ കാണുകയാണ് കേട്ടോ. പത്രോസ് യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്നെ നോക്കണ്ട, എന്റെ പോക്കറ്റില് ഒന്നുമില്ല. നീ പറഞ്ഞ അന്ന് വഞ്ചി ഇട്ടതാണ്, വല വിട്ടതാണ്, പിന്നെ ആ പണിക്ക് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എന്റെ പോക്കറ്റിൽ ഒന്നുമില്ല. അപ്പൊ കർത്താവ് എന്തായിരിക്കും പത്രോസിനോട് പറഞ്ഞു കാണുക? കർത്താവ് പറഞ്ഞു, എന്നെ നോക്കണ്ട, എന്റെ പോക്കറ്റിലും ഒന്നുമില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുത്ത് അതിന്റെ വായിലിരിക്കുന്ന ചതുർദ്രഹ്മ പണത്തെ നിനക്കും എനിക്കും വേണ്ടി കൊടുത്തുകൊള്ളുക. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ പോക്കറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വല്ലവന്റെ കല്ലറയിലും പിറന്ന് അടക്കിയവനാണ് ക്രിസ്തു. ഹല്ലേലൂയ. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുവിന്റെ തൊട്ടിയിൽ ഉലകത്തിലേക്ക് കിടന്നു വന്ന ക്രിസ്തുനാഥന്റെ പോക്കറ്റ് കാലിയായിരുന്നു. അപ്പൊ പറഞ്ഞവനെ സന്തോഷിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ട് കേട്ടവരാണ്. കേട്ടവരുടെ കാര്യം വിശദീകരിക്കുന്നില്ല. യേശുവിന്റെ വിളി കേട്ടപ്പോൾ അന്ന് വരെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചോ അതെല്ലാം അന്ന് അവിടെ ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചവർ. ലേവി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, മത്തായി എന്ന് വിളിക്കും. അദ്ദേഹം ഒരു ചുങ്കം പിരിക്കുന്ന ഓഫീസിന്റെ അകത്ത് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ എന്നെ അനുഗമിപ്പീൻ എന്ന വിളി കേൾക്കുന്നത്. അന്ന് ആ ഓഫീസ് അടച്ചുപൂട്ടി കാൽക്കുലേറ്റർ അവിടെ വെച്ച് യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലൊന്നും ഉലകത്തിന്റെ, ഭൂമിയുടെ, ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷിപ്പാൻ ഉള്ളതുണ്ടായിരുന്നില്ല. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. പറഞ്ഞ കർത്താവിന്റെ കയ്യിലും ഒന്നുമില്ല, കേട്ട ശിഷ്യഗണത്തിന്റെ കയ്യിലും ഒന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഈ വചനം പറയുന്ന സന്തോഷത്തിന് പോക്കറ്റിലുള്ളതല്ല അടിസ്ഥാനം. വചനം പറയുന്ന സന്തോഷത്തിന് ആരോഗ്യമല്ല അടിസ്ഥാനം. വചനം പറയുന്ന സന്തോഷത്തിന് നമുക്ക്
നമുക്കെന്തുണ്ട് എന്നുള്ളതല്ല അടിസ്ഥാനം. പിന്നെ എന്താണ് അടിസ്ഥാനം? ആ അടിസ്ഥാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാം. എന്താണ് വചനം നമ്മെ പഠിപ്പിച്ച സന്തോഷം? ഹല്ലേലൂയ. സങ്കീർത്തനം 51 എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്, നമ്മളെല്ലാം പാടുന്ന പാട്ടാ. സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയ പാട്ടിൻ 12ാം വാക്യത്തിൽ അദ്ദേഹം പറയുക, നിന്റെ രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് മടക്കി തരണമേ. ജോയ് ഓഫ് സാൽവേഷൻ എന്ന് വിളിച്ചേക്കുന്ന രക്ഷയുടെ സന്തോഷം. 32ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞേച്ച് 7ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുക, നീ എന്നെ കഷ്ടത്തിൽ സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം നീ എന്നെ ഉടുപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു എപ്പിസ്റ്റൽ ലേഖനം ആവർത്തിച്ചു പറയുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഇവിടെ പറയുന്ന സന്തോഷം? ആ സന്തോഷത്തിന്റെ പേരാണ് രക്ഷയുടെ സന്തോഷം. സ്തോത്രം. രക്ഷയുടെ സന്തോഷം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത് സന്തോഷമുണ്ട് എന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇരിക്കുന്നവരുടെ മുഖത്തൂടെ നോക്കാറുണ്ട്. ഇവിടെ വന്ന് നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കിയേച്ച് എന്റെ പ്രസംഗത്തിന്റെ ആണോ നിങ്ങളുടെ ഇരിപ്പിന്റെ ആണോ കാലാവസ്ഥയുടെ ആണോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും സന്തോഷമുണ്ടെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതുകൊണ്ട് സന്തോഷമുള്ളവരോട് കൈ ഉയർത്തി സ്തോത്രം പറയാനൊക്കെ നാട്ടിൽ പറയാറുണ്ട്. സിസ്റ്റർ എന്താണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകും, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത്, ഈ കർത്താവിനെ സ്വീകരിച്ചവന്റെ അകത്ത്, പാപമോചനം നേടിയവന്റെ അകത്ത്, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവന്റെ അകത്ത്, ആത്മാവിനെ പ്രാപിച്ചവന്റെ അകത്ത് സന്തോഷമുണ്ട് എന്ന ഈ പുസ്തകം പറയുന്നത്. സ്തോത്രം. അങ്ങനാണെങ്കിൽ അതെന്ത് സന്തോഷമാണ് എന്നൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്തോഷത്തെ ഞാൻ പഠിച്ചു വന്നപ്പോ എന്റെ ചിന്ത പോയത് നോഹയുടെ പെട്ടകത്തിലേക്കാണ്. നോഹയുടെ പെട്ടകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇതുപോലെ പരാജയപ്പെട്ട ഒരു പ്രസംഗകൻ വേറെയില്ല. നോഹ എത്ര വർഷം പ്രസംഗിച്ചു എന്നറിയാമോ? അറിയാം. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞില്ലേ മോശമാ. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം, 120 വർഷം പ്രസംഗിച്ചു. ഒറ്റ സന്ദേശമേ പ്രസംഗിച്ചുള്ളൂ. എന്താ പ്രസംഗിച്ചത്? വലിയ മഴ വരുന്നുണ്ട്, നിങ്ങൾ വേഗം പെട്ടകത്തിൽ ജീവരക്ഷയ്ക്ക് വേണ്ടി കയറിക്കൊള്ളുക. നാട്ടുകാർ പ്രസംഗം കേട്ടപ്പോ വിളിച്ചത് അദ്ദേഹത്തിന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ്. അതിന് 2 കാരണം പറയാം. കാരണം നമ്പർ 1, എവിടെയിട്ടായി കപ്പൽ ഉണ്ടാക്കാറ്? കൊച്ചി വന്നാൽ മറൈൻ ഡ്രൈവിന്റെ അവിടെ ചെന്നാൽ കാണാം എവിടെയിട്ടായി കപ്പൽ ഉണ്ടാക്കുന്നത്. അത് വെള്ളത്തിനോട് ചേർത്ത് നിർത്തിയ ഒരു സ്ഥലത്താണ് കപ്പൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നല്ല തള്ളു വെച്ച് കൊടുത്താൽ ഇത് എവിടെ പോയി ചാടണം? ഇത് പോയി വെള്ളത്തിൽ ചാടണം. എന്നാൽ കണ്ട മരത്തിൽ കിട്ടിയ സ്ഥലത്ത് വെട്ടി അവിടെ വെച്ച് പെട്ടകം ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് നോഹ എന്നുള്ളത്. അപ്പോ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുകയാണ്, ഹൂ ഈസ് വൈസ് ആൻഡ് ഹൂ ഈസ് ഫൂൾ. ആരാണ് ബുദ്ധിമാൻ, ആരാണ് ഭോഷൻ? പിള്ളേർക്ക് ബുദ്ധിമാൻ ആരാന്ന് മനസ്സിലായി, ഭോഷൻ ആരാണ് പഠിപ്പിച്ചിട്ട് മനസ്സിലായില്ല. ടീച്ചർ പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചോണ്ട് നോഹയപ്പത്തിനെ കാണിക്കാൻ ചെന്നു. എന്നിട്ട് കാണിച്ചു കൊടുത്തോണ്ട് പറയുക, ബക്കറ്റിൽ വെള്ളം പിടിക്കാൻ ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയും വലിയ പെട്ടകം ഉണ്ടാക്കുന്ന ഈ പുള്ളിയാണ് ഭോഷൻ. ഇതുവരെ പെയ്യാത്ത മഴ കണ്ടുകൊണ്ട് പെട്ടകം ഉണ്ടാക്കുന്നവന്റെ പേരാണ് ഭോഷൻ. 120 വർഷം പ്രസംഗിച്ചു, ആരും അകത്ത് കയറിയില്ല. ഒടുവിൽ കർത്താവ് പറഞ്ഞു, പ്രസംഗം നിർത്തിക്കോ, കേറാനുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങൾ ഇരുന്ന് ഉൽപ്പത്തി വായിച്ചാൽ മതി. കേറേണ്ടവരെല്ലാം പെട്ടകത്തിന്റെ അകത്ത് കയറി. നോഹയും കുടുംബവും പെട്ടകത്തിന്റെ അകത്ത് കയറി. മൃഗജാതി ഇഴജാതി എല്ലാം പെട്ടകത്തിന്റെ അകത്ത് കയറി. ഇനി നിങ്ങൾ ആ പെട്ടകത്തിന്റെ അകത്തേക്ക് ശ്രദ്ധിക്കുക. ഈ പെട്ടകത്തിൽ ആരെയാണ് അധികം പേടിക്കേണ്ടത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പെട്ടകത്തിൽ ആരെയാണ് പേടിക്കേണ്ടത്? സിംഹം പെട്ടകത്തിന്റെ അകത്തുണ്ട്, പുലി പെട്ടകത്തിന്റെ അകത്തുണ്ട്. ഇനി ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ക്രിയേഷണലിസ്റ്റ് എന്ന് വിളിക്കും. അന്നത്തെ കാലത്ത് ദിനോസർ പെട്ടകത്തിന്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അത് ഇനിയിപ്പോ അതിനൊക്കെ കാരണമൊക്കെ എന്നോട് പിന്നാലെ ചോദിച്ചാൽ മതി. പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പറയാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ പിന്നാലെ പറഞ്ഞു പോകാം. ഇനി നിങ്ങൾക്ക് നന്നായി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് ആൻസർ ടു ക്രിയേഷൻ എന്നുള്ള ചാനൽ നോക്കിയാൽ മതി. അതിനകത്ത് അവർ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഈ പെട്ടകത്തിന്റെ അകത്ത് എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ആരെയാ പേടിക്കണ്ടേ? ആരെയാ
ആരെയാ പേടിക്കേണ്ടത്? പേടിക്കേണ്ടത് ആരെയാ? സിംഹത്തെ പേടിക്കണം. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ മുമ്പിൽ കിട്ടുന്നതൊന്നും അദ്ദേഹം വെറുതെ വിടാറില്ല. ആരോ പറഞ്ഞതുപോലെ കീരിയും പാമ്പും തമ്മിൽ ഇന്ന് വരെ ഒരു സന്ധി ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, കുറുക്കൻ ചത്താലും. നിങ്ങൾ കുറുക്കനെ കാണാത്തത് കൊണ്ടായിരിക്കും കണ്ണ് കോഴിക്കൂട്ടി തന്നെയാണെന്ന് എന്ന് പറഞ്ഞ് ഇവറ്റകളുടെ ഒന്നും സ്വഭാവത്തിന് വ്യത്യാസമില്ല. ഇവരെ ഒക്കെ പേടിക്കണം. എന്ത് കണ്ടാലും കടിക്കുന്ന പാമ്പിനെ പേടിക്കണം എന്ന് ഞാൻ പറയും. അതിനേക്കാൾ പേടിക്കേണ്ട ഒരു പാർട്ടി ആ പെട്ടകത്തിന്റെ അകത്തുണ്ട്. ആരെയെന്നറിയാമോ? വുഡ് പെക്കർ, മരംകൊത്തി എന്ന് വിളിക്കും. അതെന്താ? നോഹ പെട്ടകം പണിതേക്കുന്നത് മരത്തില. ഇവനാണെങ്കിൽ ഇരിക്കുന്ന സ്ഥലം കൊത്തി തുളയ്ക്കുക എന്നുള്ളതാണ് ഇവന്റെ സ്വഭാവം. എന്നാൽ ഈ പെട്ടകത്തിന്റെ അകത്ത് കയറിയപ്പോ മരംകൊത്തി നന്നായി, സിംഹവും നന്നായി, പുലി നന്നായി, കേറിയതെല്ലാം നന്നായി. ഇതാണ് സഭയുടെ സീക്രട്ട് എന്നുള്ളത്. പിന്നാലെ പോയി ചിന്തിച്ചാൽ മതി. പുറത്തു വരുന്നവനെ അകത്തെടുത്ത് രൂപാന്തരപ്പെടുത്തുന്നതിന്റെ പേരാണ് ദൈവത്തിന്റെ സഭ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അത് വിടുന്നു. അപ്പൊ നോഹയോട് ചോദിക്കും, നോഹയെ എന്താണ് പെട്ടകത്തിന്റെ അകത്ത്? വലിയ സന്തോഷമാണ്. മൃഗത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സന്തോഷിക്കും. അതിന് ഭക്ഷണം കൊടുത്ത് തീറ്റ കൊടുത്ത് ആനന്ദത്തോടെ പാട്ട് നോഹ പാടുമ്പോൾ പുറത്തെ അവസ്ഥ അതല്ല. എന്താ പുറത്ത് സംഭവിക്കുന്നത്? പുറത്ത് സംഭവിക്കുന്നത് എല്ലാ മലകളെക്കാളും 15 മുഴം പൊക്കത്തിൽ വെള്ളമുയർന്നു. ജീവശ്വാസമുള്ളതെല്ലാം മുങ്ങി മരിക്കാൻ തുടങ്ങി. മനുഷ്യൻ പ്രാണരക്ഷയ്ക്ക് വേണ്ടി പുറത്ത് കരയുമ്പോൾ അകത്ത് പെട്ടകത്തിൽ കയറിയവൻ പ്രാണൻ രക്ഷപ്പെട്ടത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതാണ് വ്യത്യാസം. എന്താ രക്ഷയുടെ സന്തോഷം എന്നറിയാമോ? രക്ഷാ പേടകത്തിന്റെ അകത്ത് കയറിയവൻ ലഭിച്ച രക്ഷയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടെടുപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നരകവിധി മാറിപ്പോയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു പാപം മോചിച്ചത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് രക്ഷിക്കപ്പെട്ടവന്റെ സീക്രട്ട് എന്നുള്ളത്. അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാപം മാറിയത് കൊണ്ട്, നരകം നീങ്ങിയത് കൊണ്ട്, കൃപ ലഭിച്ചത് കൊണ്ട് അവന്റെ അകത്തൊരു സന്തോഷമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാവരോടും പറയുകയാ, ആരെങ്കിലും ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ സൗഭാഗ്യമാണ് അവന്റെ അകത്ത് ദൈവം കൊടുക്കുന്ന സന്തോഷം, ആനന്ദം എന്നുള്ളത്, രക്ഷയുടെ സന്തോഷം എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി രണ്ടാമത്തെ ഭാഗം, ഏറ്റവും സന്തോഷമുള്ള ഒരു സ്ഥലം എവിടെയാണെന്നറിയാമോ? ഭൂമിയിൽ എങ്ങും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കുവൈറ്റിൽ പോയത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുവൈറ്റിലായിരിക്കും ഏറ്റവും സന്തോഷമുള്ള സ്ഥലമെന്ന്. അച്ഛൻ വിളിച്ച്, അച്ഛൻ പുറകെ നടന്ന് എന്നെ കുവൈറ്റിൽ എത്തിച്ചത്. കാര്യം കുവൈറ്റ് ദിനാറിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ അല്ലെ? നല്ല മൂല്യമുള്ള പൈസയാണ്. പേരായിരിക്കട്ടെ. അവിടെ ചെന്നപ്പോഴും നമ്മളെ കൂടെ തന്നെ എല്ലാവരുടെ മുഖം 4.5 കൊട്ടയും പിന്നെ ജീവന് വേണ്ടിയുള്ള നെട്ടോട്ടും ഒക്കെയാണ് കുവൈറ്റിൽ കണ്ടത്. പിള്ളേരെല്ലാം കൂടെ മൈഗ്രേറ്റ് ചെയ്തു യൂറോപ്പിലേക്ക്. വല്ല കാര്യം ഉണ്ടായോ? ഒരു രാത്രി കൊണ്ടാണ് ഉക്രൈനെ തകർത്ത് കളഞ്ഞത്. ഇത് കാലം മാറിക്കൊണ്ടിരിക്കുക. ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന എന്റെ കൂട്ടുകാരെല്ലാം കൂടെ ഓസ്ട്രേലിയക്കും വേറെ സ്ഥലങ്ങളിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ന്യൂസിലാൻഡിൽ പോയവർ അവിടെ നിന്നേച്ച് വിളിച്ചു പറയാ, ദയവായി ഇങ്ങോട്ട് വരരുതെന്ന്. കാര്യം എന്നാ, ജീവിക്കാൻ നിവൃത്തിയില്ല, നല്ല കഷ്ടപ്പാടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ലോകത്തിൽ എവിടെ പോയാലും ഇവൻ ഇനി കുവൈറ്റിൽ പോയാലും അവസ്ഥ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ എവിടെയാ